ഹായ് സ്കൂൾ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലെവിൽ. ഞാൻ IIM ഇൻഡോറിലെ ഫസ്റ്റ് ഇയർ IPM പാർട്ടിസിപ്പൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്കഷൻ ആക്ച്വലി ക്വസ്റ്റ്യൻ സിലക്ഷൻ എന്നൊരു ഏരിയയെ പറ്റിയാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എക്സാം പാറ്റേൺ ആണ്. 3 ഡിഫറെന്റ് സെക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി MCQs, സെക്കൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ഷോർട്ട് ആൻസർ ടൈപ്പ്, and the next and final one is verbal ability. ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇത് മൂന്നും തന്നെ ടൈംഡ് സെക്ഷൻസ് ആണ്. ഈച്ച് സെക്ഷന് 40 മിനിറ്റ്സ് ആണ് നമ്മൾ കിട്ടുന്നത്. ഫസ്റ്റ് ക്വാണ്ടിറ്റി അബിലിറ്റിയിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഉള്ളത് ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്സ് കിട്ടും റൈറ്റ് ആൻസറിന്, ആൻഡ് റോങ് ആൻസർ -1 മാർക്കുമാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 40 മിനിറ്റ്സ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനിയുള്ള വെർബൽ അബിലിറ്റി ആണെങ്കിൽ സെയിം ആസ് MCQs, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 40 മിനിറ്റ്സും, -1 നെഗറ്റീവ് മാർക്കിംഗും. സോ മാക്സിമം ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക തന്നെയാണ് ഏറ്റവും എക്സാമിന്റെ മെയിൻ എയിം. പറഞ്ഞു വരാണ്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ ഇയറിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് സെക്ഷൻ തുടങ്ങണമെന്ന്. ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി തന്നെയാണ് തുടങ്ങാൻ ഫസ്റ്റ് സെക്ഷൻ. മിക്കവാറും ആൾക്കാരെല്ലാം അതന്നെ ചൂസ് ചെയ്യാം. സോ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ചെയ്യുമ്പോൾ ഈസി ക്വസ്റ്റ്യൻസ്, ലൈക്ക് നമുക്ക് മിക്കതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ആൻസേഴ്സും ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഈ സെറ്റ്സ്, പ്രോബബിലിറ്റീസ്, അതൊക്കെ നമ്മൾ ആക്ച്വലി അവിടെ എക്സാം ഹാളിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കേണ്ട, കുറച്ച് ഐഡിയ കൊടുക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതൽ. സോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്റ്റ് ആയി കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ ഓടിച്ചു പോവുക. ക്വസ്റ്റ്യൻസിന് ഓടിച്ചു പോവുക. ഈസി ഡയറക്റ്റ് ആൻസേഴ്സ് എല്ലാം തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം ചിന്തിക്കാനുള്ളത് റീവിസിറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിനെ വിടാം. പിന്നെ വിടുന്ന കാര്യത്തിൽ ആക്ച്വലി നമുക്കൊരു റേഷ്യോ, ഇപ്പൊ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങളെ അറിയാത്തത് വേണമെങ്കിൽ ഗസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അത് നമ്മളതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങ് ഓക്കെ, നമുക്ക് 10 റൈറ്റ് ആൻസേഴ്സ് ഉണ്ട്, നമുക്ക് ഷുവർ ആണ്, എന്നാൽ പിന്നെ ആക്ച്വലി ഒരു 2 എണ്ണം കൂടി ഗസ് ചെയ്യാൻ, അല്ലെങ്കിൽ 3 എണ്ണം ഗസ് ചെയ്താൽ നമുക്ക് മൈനസ് വരാം. അത്ര മൈനസ് നമുക്ക് വരാൻ പോകുന്നില്ല. സോ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. എപ്പോഴും തന്നെ ഫസ്റ്റ് ഡയറക്റ്റ് കിട്ടുന്ന എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം ചെയ്യാൻ നോക്കണം. കാരണം ചിലപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇപ്പം ലൈക്ക് ഫസ്റ്റ് 10ൽ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലാസ്റ്റിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ 2 വർഷം എഴുതിയപ്പോഴും, എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് IPM കിട്ടുന്നത്. സോ 2 വർഷം എഴുതിയപ്പോഴും ആക്ച്വലി ആ ഒരു പാറ്റേൺ ആയിരുന്നു. ചില ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ആക്ച്വലി ഫസ്റ്റ് ടൈമിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് ടൈം മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറെ നേരം സമയം ടൈം സ്പെൻഡ് ചെയ്തു. തിരിച്ച് ഞാൻ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആക്ച്വലി എനിക്കൊരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ചിലപ്പോൾ വർക്കൗട്ട് ചെയ്താൽ കിട്ടുന്ന ഉറപ്പുള്ള കുറച്ച് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് എന്തായാലും ഷുവർ ആയിട്ടുള്ള കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാം. കാരണം അങ്ങനത്തെ ആൻസേഴ്സ് അത് ചെയ്താൽ തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക്, ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻസും അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്കും വന്നാൽ മതി. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ഷോർട്ട് ആൻസർ. ഇത് ആക്ച്വലി കുറച്ച് ഈ 3 എണ്ണത്തിൽ കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ മിക്ക ആൻസർ ഇൻറ്റിജർ വാല്യൂസേ ഉണ്ടാവുള്ളൂ. ചില ആൻസർ അവർ സ്പെസിഫൈ ചെയ്യും, ചിലപ്പോൾ അല്ലെങ്കിൽ 2 ഡെസിമൽസ് ഉണ്ടാവും. സോ അങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ആൻഡ് ഒരു ഫൺ ഫാക്ട് അല്ല, ആക്ച്വലി ഒരു എന്താ പറയാ, മിക്ക കുറെ ആൻസേഴ്സ് ഒക്കെ 0 അല്ലെങ്കിൽ 1 ഒരു ആൻസേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വലിയ ക്വസ്റ്റ്യൻസ് ആണ്, ആക്ച്വലി ഉത്തരം വരുമ്പോൾ ആക്ച്വലി 0, 1 അങ്ങനത്തെ ഒരു ട്രിക്കി ടൈപ്പ് അവർ അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കി വെച്ചൊരു ക്വസ്റ്റ്യൻസ് മാതിരിയായി നമുക്ക് തോന്നാം. അല്ലെങ്കിൽ 0, 1 എന്നൊക്കെയുള്ള ഉത്തരമൊക്കെ കുറെ വരുന്ന ഒരു ടൈപ്പാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഏരിയയും കൂടിയായിരുന്നു ഈ ക്വസ്റ്റ്യൻസ്. കാരണം ചിന്തിക്കണം, അഫ്കോഴ്സ് ചിന്തിച്ച് തന്നെ ഉത്തരം വരുള്ളൂ. ഞാൻ 0, 1 ആയിരിക്കും മിക്ക ആൻസേഴ്സ് എന്ന് പറഞ്ഞു തരാനല്ല. സോ അത് കുറച്ച് ട്രിക്കി ആയിരിക്കും.
ബട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ ആലോചിച്ചാൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ആൻസേഴ്സ് തന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഷോർട്ട് ആൻസറിൽ. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് ഇതേ സെയിം പ്രൊസീജിയറിലെ സെയിം രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അറിയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ അത് ചെയ്യാം. എല്ലാം 20 ക്വസ്റ്റ്യൻസിന് 20 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പോകണം. അതൊരു മാൻഡേറ്ററി പോയിന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് സെക്ഷനകത്ത് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 40 ക്വസ്റ്റ്യൻസും കാണണം. അതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടറാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മിസ് ആയാലും ഒരു 5 ക്വസ്റ്റ്യൻ കാണാതെ പോകുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് അവിടെ മിസ് ഔട്ട് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. നൗ തേർഡ് സെക്ഷൻ വെർബൽ അബിലിറ്റി. വെർബൽ അബിലിറ്റിന്റെ 40 ക്വസ്റ്റ്യൻസ് 40 മിനിറ്റ്സ്. സോ ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ച്വലി റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം, നല്ലോണം വായിക്കണം, വായിച്ച് ശീലം ഉണ്ടായിരിക്കണം. കാരണം നമുക്കൊരു സെക്കൻഡ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നൊക്കെ ഒരു സെക്കൻഡ് റീഡിങ്ങിലുള്ള ടൈം നമുക്ക് ഉണ്ട്. ഓഫ് കോഴ്സ് ഫസ്റ്റ് ഒരു പ്രാവശ്യം നല്ലോണം പോവാ പാസേജ് വായിക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആക്ച്വലി നമുക്ക് ആ പിൻ പോയിന്റ് അത് ഏത് പാരഗ്രാഫിലാണ് ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് പോകാൻ പറ്റണം. സോ ആ ഒരു ഫസ്റ്റ് റീഡിങ് തറോ ആയിരിക്കണം. സെക്കൻഡ് നമ്മൾ പോയി വായിച്ചു നോക്കാൻ പോകുന്നത് ആ ഒരു സിംഗിൾ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു 4-5 ലൈൻ ആയിരിക്കും. ആ ഒരു വാക്ക് നമ്മൾ ക്വസ്റ്റ്യൻസിലുള്ള ആ ക്വസ്റ്റ്യൻ വേർഡിന് നമ്മൾ തപ്പുന്നു, എന്നിട്ട് അതിന് ചുറ്റുള്ള ഒരു 4 to 5 ലൈൻസ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വെർബൽ അബിലിറ്റിനകത്തുള്ള പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു അബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുത്തുന്നുണ്ട്. കാരണം ഫസ്റ്റ് റീഡിങ് നല്ലൊരു തറോ റീഡിങ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പിന്നെയും ഫുള്ള് വായിക്കാൻ അല്ലെങ്കിൽ അവിടെ തപ്പാൻ പോലും നമുക്ക് ഏത് ഭാഗത്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ വെർബൽ അബിലിറ്റിയിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഈ എന്താ പറയാ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. ലൈക്ക് പാരഗ്രാഫിലുള്ള 6 or 5 to 6 സെന്റൻസ് എന്നുണ്ടാവും. ഒരു മീനിങ് ഫുൾ പാസേജ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. സോ മീനിങ് ഫുൾ പാസേജ് ആയി വരുമ്പോൾ അവർക്ക് വേണ്ട പാസേജ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഈ ഒരു സെക്ഷനകത്ത് മൈനസ് മാർക്ക് ഉണ്ട്. മീനിങ് ഫുൾ ആയിട്ടുള്ള പല പാസേജസ് നമുക്ക് ഒരു രീതിയിൽ വേണേ തോന്നാം, ഓക്കെ. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പാരഗ്രാഫ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പാരഗ്രാഫ്സ് വായിക്കുമ്പം അതൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ലൈൻ എന്താണ്. ഇപ്പോൾ ഒരു ചെറിയ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ആക്ച്വലി ഫസ്റ്റ് ലൈൻ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആ പാരഗ്രാഫിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യത്തിനെയും കുറിച്ചുള്ള ഒരു ചെറിയൊരു ലൈൻ ആയിരിക്കും, ഇൻട്രൊഡക്ഷൻ ലൈനാണ് ഫസ്റ്റ് ലൈൻ തരേണ്ടത്. നെക്സ്റ്റ് ആയിരിക്കും മിക്കവാറും ഒരു എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഓക്കെ, ഒരു ഓർഡർ ഞാൻ മിസ് ഔട്ട് ചെയ്ത്. കണ്ടക്സ്റ്റ് സെക്കൻഡ് പോർഷൻ കണ്ടക്സ്റ്റ് വരും, എവിടെയാണ് ഇത് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളൊരു പോർഷൻ വരും. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ, എവിഡൻസ്, സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സും, ഫൈനലി കൺക്ലൂഷൻ ഒരുവിധം മിക്ക ആൾക്കാർക്കും ഈസിയായി തന്നെ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പാരഗ്രാഫിന്ന്. ഈ ഒരു എക്സ്പ്ലനേഷൻ ആ ഒരു സൈഡിലാണ്, എക്സ്പ്ലനേഷൻ, എവിഡൻസ്, അവിടെയൊക്കെയാണ് ആൾക്കാരൊന്ന് മിസ് ഔട്ട് ഉണ്ട്. സോ നമ്മൾ കുറച്ച് ഇത് ഈ ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ പഠിച്ചാൽ നല്ലത്. നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ പാറ്റേൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പം കുറെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ, വായിച്ചിട്ടുള്ള എന്താ ഒരു ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അത് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അത് തന്നെയാണ് ആക്ച്വലി വരാൻ പോകുന്നത്. സോ അത് പ്രാക്ടീസ് ചെയ്താൽ നല്ലത്. വായിച്ച് നല്ല ശീലമുള്ള ആൾക്കാരാണെങ്കിൽ ആക്ച്വലി നിങ്ങളെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് അത് കറക്റ്റ് തന്നെ ആയിരിക്കും മിക്ക പ്രാവശ്യം. ഇതൊക്കെയാണ് ആക്ച്വലി കുറച്ച് ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻ സെലക്ഷനെയും ക്വസ്റ്റ്യൻ അപ്രോച്ചിനെയും കുറിച്ച് പറയാനുള്ളത്. സോ എനിവേ എക്സാംസിനൊക്കെ ഓൾ ദി ബെസ്റ്റ്. അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പോയി എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാം. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം. കുറച്ച് നിങ്ങൾ ഓഫ് കോഴ്സ് കുറച്ച് ഗസ് വർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഗസ് വർക്ക് മാത്രമായി പോരുന്നേ ഉള്ളൂ. ഒരു 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഗസ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എന്ന് വെച്ചൊരു വളരെ മണ്ടത്തരം പോയി കാണിച്ചു വെക്കരുത്. ബട്ട് നമ്മളെന്താ ഒരു പ്രൊപ്പോർഷൻ കീപ്പപ്പ് ചെയ്യാം. അതൊക്കെയാണ് നല്ലൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് അവസാനം കിട്ടാൻ വേണ്ടി സഹായിക്കുക. ആക്ച്വലി ലക്ക് ഒരു നല്ലൊരു ഫാക്ടർ തന്നെയാണ്. സോ നല്ല രീതിയിൽ
ചൂസ് ചെയ്യുക, ഗസ് ചെയ്യുക, ബാക്കിയുള്ള ഭാഗം വരെ. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മറക്കണ്ട. ആൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. താങ്ക് യു.